ഹായ് ഗായ്സ് വെൽക്കം ടു ദി ടു ഓഫ് us. I'm നിഖിൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇപ്പോ നിൽക്കുന്നത് കേപ്പ് ബ്രിട്ടനിലാണ്. ഞങ്ങൾ രാവിലെ ഫ്രണ്ട്സ് ആയിട്ട് വീട്ടിൽ നിന്ന് വെളുപ്പിന് ഇറങ്ങിയതാണ്. ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഇറങ്ങിയതാ. ഇറങ്ങി സൺറൈസ് ഒക്കെ കണ്ട്. അതെ, ഒരു 3-4 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിപ്പോ ഇവിടുന്ന് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടായ ജിപ്സൺ മൈൻ ട്രെയിനിലൊക്കെ പോകുന്നത്. സോ ഞങ്ങളുടെ ട്രിപ്പിന്റെ ബാക്കി കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ വരുന്ന വഴിയിലെല്ലാം അതെ, നല്ല so സ്പോട്സ് ആദ്യമേ നമുക്ക് ഞാൻ ആ ഷോർട്സ് ഒക്കെ വീഡിയോയിൽ കാണിക്കാൻ സൺറൈസ് ഉണ്ട്, പിന്നെ കിട്ടില്ല വ്യൂസ് ആയിരുന്നു. ഫുൾ കളർ മാറി ഇവിടെ നിൽക്കുക, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, എങ്ങോട്ട് നോക്കണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. സോ അങ്ങനത്തെ ഷോർട്സ് ഒക്കെ ആദ്യമേ കാണിച്ചു തരാം. വന്നിട്ട് നമ്മള് ജിപ്സൺ മൈൻ ട്രെയിനിലേക്ക് പോവാം. വീട്ടിൽ നിന്ന് രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഹാലിഫാക്സിൽ നിന്ന് കേപ്പ് ബ്രിട്ടൻ അറൌണ്ട് 400 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു 1 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്, അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചത്. രാവിലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് ഒക്കെ നമ്മൾ കണ്ടു. ഞങ്ങൾ ആരും മോർണിംഗ് പേഴ്സൺസ് അല്ലാത്തതുകൊണ്ട് സൺറൈസസ് അങ്ങനെ അധികം കണ്ടിട്ടില്ല. സോ കുറേ നാളുകൾക്ക് ശേഷം ഒരു സൺറൈസ് കണ്ടപ്പം ഇറ്റ് വാസ് എ റിയലി ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പിന്നെ ഇടയ്ക്ക് വെച്ച് എല്ലാവർക്കും വിശന്നപ്പോൾ ടിം ഹോട്ടൻസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ ജിപ്സം മൈൻ ലേക്കിലോട്ട് പോയി. സോ ഗൈസ്, ഞങ്ങൾ ജിപ്സൺ ട്രെയിനിന്റെ പാർക്കിങ്ങിലെത്തി. വണ്ടി വിട്ട് നടന്നോണ്ടിരിക്കുക. 20 minutes നടക്കാനുണ്ട്. അതാണ് വ്യൂ. എന്ത് ഇതുങ്ങളാണ് കൂടെയുള്ള എനിക്ക് വേണ്ടിട്ട്. അതെ, അറിയാലോ, ഞാൻ അൻസു. ആർക്കും അറിയത്തില്ല. എന്റെ പേര് പറയൂ. അൻസു. അപ്പം നമ്മള് വരുന്ന വഴിക്ക് ഫുൾ നല്ല പ്രകൃതി രമണീയം. അതെ, നമ്മൾ ഒരിടത്ത് നിന്നൊരു വീഡിയോ എടുത്തു. ഓക്കെ, നല്ലതാ. കുറച്ചുകൂടെ പോകുമ്പോ ഇനി അങ്ങ് ചെന്നിട്ട് എടുത്താൽ പച്ചപ്പ് കരുതാവോ? അല്ല, പച്ചപ്പില്ല, പച്ചപ്പ് ഞാൻ ഉദ്ദേശിച്ചു. ഭയങ്കര കളർഫുൾ. എടുത്തെടുത്ത് ഓൾറെഡി ഫോണിന്റെ സ്റ്റോറേജ് തീർന്നു. ഇനി അവിടെ ചെല്ലുമ്പോ എങ്ങനെയാന്ന് അറിയത്തില്ല. ഇനി നമ്മളുടെ മെയിൻ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് കാണിക്കാം. നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുവഴിയാണ് നമ്മൾ നടന്നു വന്നത്. നല്ല കാറ്റുണ്ട് ഗൈസ്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇവിടെ കാറ്റാണ്. അതെ, നമ്മളാണ് മൈക്കൊന്നും വാങ്ങിയിട്ടില്ല ഇതുവരെ. സോ ഞങ്ങൾ പറയുന്നത് കുറേ കേൾക്കില്ല. എന്നാലും നമ്മൾ ഓഡിയോ ഫുൾ ഞാൻ വോയിസ് ഓവർ വരും. ഇല്ല, നമ്മൾ ഓഡിയോ എൻഹാൻസർ ഇടാം, ഡബ് ചെയ്യും. എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടാ. അച്ഛൻ മനുഷ്യനെ ഇവിടെ ഇല്ല, നമ്മുടെ പിള്ളേരെല്ലാം ആരുമില്ല. അതാണ് നമ്മൾ വിചാരിച്ചത് ഭയങ്കര തണുപ്പായിരിക്കും എന്നാ, പക്ഷെ അല്ല. അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് ഒരു ജാക്കറ്റ് ഒക്കെ എടുത്തു. പക്ഷെ നടക്കുമ്പോ ഭയങ്കര ചൂട്. നടന്നോണ്ടിരിക്കുമ്പോ ബോഡി ഹീറ്റ് ആകുന്നതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ആക്ച്വലി. നമ്മള് കൈ പിടിച്ചേക്കും. പക്ഷെ മേളിൽ ചെല്ലുമ്പോ ചിലപ്പോ നല്ല കാറ്റുണ്ട്. ഇപ്പൊ മിക്കവാറും തണുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യിലിരിക്കുന്നത് നല്ലതാ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഭയങ്കര ഭംഗിയാണ് കാണാൻ. വെള്ളമൊക്കെ ഗ്രീൻ കളറിലൊക്കെ ഇരിക്കുന്നു.
സോ ഈ വ്യൂ നമ്മൾ ഇപ്പോൾ മേളിൽ നടന്ന് കയറി മേളിൽ നിന്ന് കാണും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആക്ച്വലി. സോ നമുക്ക് മേളിൽ പോവാം. ഗൈസ് നമ്മൾ കാട്ടുവഴിയിൽ കൂടെ നടക്കുകയാണ്. അങ്ങോട്ടൊറ്റ മനുഷ്യനില്ല, എല്ലാവരും തിരിച്ചിറങ്ങിപ്പോയി. നമ്മളെ മാത്രമാണ് അങ്ങോട്ട് നടക്കാൻ. അൻസ് ലീഡ് ചെയ്യുന്നതുകൊണ്ട് വഴി ഫുള്ള് തെറ്റാണ്. ഗൈസ് പണി കിട്ടി, വഴി തെറ്റിപ്പോയി. അൻസ് ഫ്രണ്ടേ നടന്നപ്പോഴേ ഞാൻ കരുതിയതാ വഴി തെറ്റും. നമ്മൾ മാത്രമല്ല, ഫ്രണ്ടേ പോയ വേറൊരു പട ടീമുണ്ടായിരുന്നു, അവർക്കും വഴി തെറ്റി. അവരും കനേഡിയൻസ് ആണെന്ന് തോന്നുന്നു, അവരും തിരിച്ചു വരുന്നുണ്ട്. ടോപ്പിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ചെല്ലേണ്ടത്, പക്ഷെ നമ്മൾ ആ വഴി കണ്ടില്ല. പക്ഷെ ആ ആൾക്കാര് മറ്റേടത്തോട്ട് കയറിപ്പോയി. എങ്ങോട്ട്? അവിടെ ഒരു ഇതുണ്ട്, അതുവഴിയാണോ? നോക്കാം. കൊറേ വഴി തെറ്റി പോയി, അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. അതെ, നമ്മൾ ഈ വെള്ളത്തിന്റെ മൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ കാടൊക്കെ കയറിപ്പോയി. ഇനി ഇത് പിടിച്ച് കയറണം ഗൈസ്. സോ അത് പിടിക്കണമെന്നില്ല, പിടിക്കണ്ടല്ലേ, സൂക്ഷിച്ച് പോയാൽ മതി. സൂക്ഷിച്ച് തന്നെ വരുന്നത് ഗൈസ്. ഇച്ചിരി സ്റ്റീപ്പാണ്. ഓക്കെ, ഞാൻ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മുന്നേ കുത്തി വീഴും. ഹൗ ഡു യു റേറ്റ് ദ കയറ്റം? ഇറ്റ് വാസ് ഫൈൻ, ഒന്നുമില്ലായിരുന്നു. ഒരു 1 മിനിറ്റ് പോലും എടുത്തില്ല. ഈസി കയറ്റമായിരുന്നു. വെറുതെ കയറി കിടക്കുന്നതാണ് ഇപ്പോൾ പേടിച്ച്. ചിലപ്പോൾ അവിടെ മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോഴേ പാടായിരിക്കും, അതായിരിക്കും അവർ കയറിട്ടേക്കുന്നത്. ഓ ഗൈസ്, പണി പാടി. പിന്നെയും കയർ. പക്ഷെ അവിടുന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്, അതാണ് പ്രശ്നം. ആൾക്കാർ ഇറങ്ങാൻ വെയിറ്റ് ചെയ്യണം ഗൈസ്. പട്ടി ഒന്ന് പിടിച്ചു പോയാൽ ഇറ്റ് വാസ് വർത്ത് വലിഞ്ഞു കയറിയത്. അതെ. അവിടെ എന്തോ ഡീൽ ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാണിക്കാന്ന്. കുറേ പേര് വെയിറ്റ് ചെയ്യുക, നമ്മൾ ഇറങ്ങിയിട്ട് അവർ കയറാൻ വേണ്ടിയിട്ട്. സോ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങും. ഞങ്ങളുടെ ആനന്ദിയാണോ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നത്? ആനന്ദി ഇറങ്ങി വാ. ഇവിടെ നമ്മൾ സ്റ്റക്കായി ബിക്കോസ് ആൾക്കാർ അവിടെ നിന്ന് കയറുന്നു. മുകളിൽ എന്തോ കൊമേഴ്ഷ്യൽ ഷൂട്ട് എന്തോ നടക്കും. അപ്പം നമുക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, അവർക്ക് കയറാനും പറ്റുന്നില്ല. ഫൈനലി ഒരു വലിയ ടാസ്കിന് ശേഷം എല്ലാവരും താഴത്തിറങ്ങി. അതെ, എന്തൊരു വഴിയുമില്ല, സ്ഥലവുമില്ല. ലാസ്റ്റ് കഷ്ടപ്പാട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ അതെ, ഇങ്ങോട്ട് നല്ല പാടാ, പ്രത്യേകിച്ച് ഇത്ര ആളുള്ളതുകൊണ്ട്. സോ ഗൈസ് ഫൈനലേക്ക് കയറി ഇറങ്ങി. നല്ല മെനക്കെടായിരുന്നു. ഐ മീൻ സ്ഥലം അടിപൊളിയാണ്, പക്ഷെ ഇന്ന് ഇവിടെ ഇപ്പോൾ ലോങ് വീക്കെൻഡാ. അപ്പോൾ ശനി ഞായർ തിങ്കൾ അടുപ്പിച്ച് അവധിയാണ്. തിങ്കളാഴ്ച ഇവിടെ താങ്ക്സ് ഗിവിംഗ് ആണ് കാനഡയുടെ. സോ അതുകൊണ്ട് ഭയങ്കര ആളാണ്. പിന്നെ പോരാ തന്നെ കൊമേഴ്ഷ്യൽ ഷൂട്ട്, അവന്മാർ ക്യാമറ മൈക്കും ആളൊക്കെ ഉണ്ട്. ഒരു പടം മേലും ഒന്നാമത് നിൽക്കാൻ സ്ഥലമില്ല അവിടെ. സോ അതാണ് പണി കിട്ടിയ. വെള്ളത്തിൽ തണുപ്പുണ്ടോ നോക്കട്ടെ. വീഴരുത്. പാവാട ഇട്ടിരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഈ സ്കേർട്ട് ഇട്ടിരിക്കുന്ന പോലെ തോന്നുന്നു ബാക്കിൽ നിന്ന്. ചൂടല്ലേ? ആ ചൂടാ. സോ ഈ സ്ഥലം ശരിക്കും ഒരു ക്വാറിയായിരുന്നു. അതാണ് അതെ, ഒരു ക്വാറി ആയിരുന്നു. അത് കഴിഞ്ഞ് അതിപ്പോ ടൂറിസ്റ്റ് ഇങ്ങനെ ആൾക്കാർ വന്ന് ടൂറിസ്റ്റുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാക്കിയതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു ഈ ക്വാറിയുടെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് രസമുണ്ട് ഗൈസ്. എവിടെ ആണെങ്കിലും രസമാണ്. അതെ, ആൻഡ് ഇപ്പൊ തണുപ്പ് പോയി, കാറ്റൊക്കെ പോയി, നല്ല ചൂടായി, വിയർത്ത് തുടങ്ങി. ഫുൾ വിന്ററിന്റെ സാധനങ്ങൾ എൻ്റെ ഓരോ പോക്കറ്റിലും ഓരോ ബീനി ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വന്നത്. പക്ഷേ അതെ, ഭയങ്കര വീഡിയോ എടുത്ത് നമ്മൾ പുറകിലായി പോയി. അവരൊക്കെ നടന്നു ഒരുപാട് ഫ്രണ്ടിൽ പോയി. സോ അവരെ ഓടിച്ചിട്ട് പിടിക്കാം. ചൂടെടുത്തിട്ട് പറ്റണില്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വണ്ടി എടുക്കുക. എങ്ങോട്ടാണെന്ന് അറിയില്ല. ജോർജ് എങ്ങോട്ടാണ് നമ്മളിനി?
ലേക്കലോ അതെ കറക്റ്റ്. സോ നമ്മൾ ആദ്യമേ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് ക്യാബട്രിയിൽ കറങ്ങണം. സ്നാക്സ് ഒക്കെ കരുതിക്കൊണ്ടാവുന്നത്. ദിസ് ഈസ് കോഴിക്കോടൻസിന്റെ ബട്ടർ മുറുക്ക. It's nice. It's tasty. Not a paid promotion. But കൊള്ളാം. ഫോൺ അഡിക്ട്സിനെ നോക്ക് ഗൈസ്. ഫോൺ അഡിക്റ്റ് ഉജിയുടെ കിളിയൊക്കെ പോയിരിക്കുകയാണ്. ഞങ്ങളടുത്ത് ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കോ. എൻ്റെ ഫുഡ് വന്നില്ല. അവളുടെ ഫുഡ് ഇവിടെ വരുന്നില്ല, വെയിറ്റിംഗ്. സോ ഗൈസ് ബാക്കി ഫുഡ് വന്നു. സോ സീസർ റാപ്പ്, ദാറ്റ്സ് വിങ്സ്, ഫിഷ് ആൻഡ് ചിപ്സ് കഴിയും. അമ്മയുടെ സാധനം വന്നു. അഭിപ്രായം പറയാനില്ല. ചൂത് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇവിടെയുള്ള പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറി. അടുത്ത പമ്പ് നോക്കിയാൽ ഒരു പമ്പെന്ന് പറയാനും മാത്രം അവിടെ കുറെ ടാങ്കും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അൾട്രാമാറിന്റെ പമ്പാണ്. അവിടെ നിന്നും പണിപാളി. ആ പെട്രോൾ പമ്പ് അവിടുത്തെ മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. അൾട്രാമാറിന്റെ കാർഡ് ഉപയോഗിച്ചാൽ മാത്രമേ അവിടെ പെട്രോൾ എണ്ണ അടിക്കാൻ പറ്റൂ. അടുത്ത സ്ഥലത്ത് പിടിക്കാം. നമ്മളിപ്പം വേൾഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ റോഡ്സ് അവിടെയാണ് നിൽക്കുന്നത്. സോ ഗൈസ് ഞങ്ങളുടെ അവസാനത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ പോവാണ്. ഓക്കെ, സ്ഥലം കണ്ടോ? സോ ഇതാണ് ലേക്കലോ. ആൻഡ് നമ്മൾ നല്ല കറക്റ്റ് ടൈമിന് എത്തിയത്. ബിക്കോസ് അവിടെ നിന്ന് സൺസെറ്റ് ആവുന്നത്. അപ്പോൾ ആ വെയിലടിച്ച് ഫുൾ ഇങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്ത് നിൽക്കുക. വെള്ളത്തിൽ നോക്കിയാൽ പോലും വെള്ളം വരെ മഞ്ഞ കളറാണ്. ഇനി ഒരു 3 hours പ്ലസ് ഡ്രൈവ് ഉണ്ട് വീട്ടിലോട്ട്. ഞാനൊരു 40 minutes കിടന്ന് ഉറങ്ങി. വീട്ടിൽ പോയാലോ? ഇനി വീട്ടിൽ പോകണ്ട. വീട് നിന്നോ, ഞങ്ങള് പോവാ. അപ്പം നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് വന്നു. തിരിച്ച് വീട്ടിൽ പോവായിരുന്നു. പക്ഷേ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് നിർത്താമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സിറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ ലൈറ്റ് പൊല്യൂഷൻ കുറവായതുകൊണ്ട് ഞങ്ങളിപ്പം ഗാലക്സി മിൽക്കി വേ ഗാലക്സിങ്ങനെ ഞങ്ങള് കണ്ടോണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഞാൻ സോ ബ്യൂട്ടിഫുൾ എന്റെ പിക്ചറിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അറിയാൻ വരുമായിരുന്നു. ഈ പിക്ചർ ഞാൻ പോസ്റ്റ് ചെയ്യാം, ഫോട്ടോയിൽ വീഡിയോയിലിടാം. ഈ കുറ്റാക്കുറ്റിയുടെ അടുത്ത് ഞങ്ങൾക്ക് വെളിച്ചം കാണിച്ചിരുന്നു. തിരിച്ചു കാണിക്കും. രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതെ, ഞങ്ങൾ വീട്ടിലെത്തി.
ഭയങ്കര ടയേർഡാണ്. ബിക്കോസ് രാവിലെ 5:30 ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ എത്ര 12 ആവുന്നു തോന്നില്ലേ? അതെ. സോ ഞങ്ങൾ ആദ്യമേ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ സ്റ്റേ ചെയ്യുന്നത് പോകാന്നൊക്കെ വിചാരിച്ചു. സമയത്തിനോട് എടുത്തപ്പോൾ അവിടെ ഫുള്ള് ബുക്ക്ഡായി പോയി. ലോങ് വീക്കെൻഡ് കാരണം ഭയങ്കര ബിസി ആയിരുന്നു, ഫുൾ ബുക്ക്ഡായി. അതുകൊണ്ട് ഞങ്ങൾ 1 ഡേ ട്രിപ്പിലേക്ക് പ്ലാൻ മാറ്റി. അതുകൊണ്ട് ഒരുപാട് ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ബട്ട് ഇറ്റ് വാസ് നൈസ് ബിക്കോസ് നമ്മള് സൺറൈസ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഫുൾ കളേഴ്സ് തിരിച്ചു വന്നിട്ട് രക്ഷയില്ല. അത് ഭയങ്കര ഒരു കിട്ടില്ല, ഒരു മാജിക്കൽ ഫീൽ ആയിരുന്നു. അത്ര നമ്മളാ ഒരു വേറെ വേൾഡിൽ ചെന്ന പോലെ ഉണ്ടായിരുന്നു, ഫുൾ കളേഴ്സ്. അത് കഴിഞ്ഞ് സൺസെറ്റ് കണ്ടു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റാർസും കണ്ടു. ഗാലക്സിയുടെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫുൾ ഗാലക്സിയുടെ പിക്ചർ എടുക്കാൻ പറ്റി. സോ അങ്ങനെ തിരിച്ചെത്തി. That's it for today. അതെ, that's it for today. So we'll be coming up with more videos and bye from the two of us. Bye bye.